ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ 2024 ഫെബ്രുവരി പാർട്ട് 2 ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ. അമേരിക്കയുടെ ദേശീയ എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ അംഗത്വം ലഭിച്ച IIT ശാസ്ത്രജ്ഞൻ പ്രദീപ് തലാപ്പിൻ മലയാളിയാണ്. ഊർജ മേഖലയിലെ രാജ്യാന്തര പ്രശസ്തമായ ഏനി അവാർഡ് 2023 ലഭിച്ചിരുന്നു. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പദ്ധതികളെല്ലാം ഒരു സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര പദ്ധതി PM ഗതിശക്തി. റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖം, പൊതുഗതാഗതം, ജലപാത, ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള വേദി എറണാകുളം. ഉദ്ഘാടന ചലച്ചിത്രം ദ ഗ്രീൻ ബോർഡർ. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം, തിരുവനന്തപുരം. പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ഡോക്ടർ അതുൽ മോഹൻ. MD ലിയോ എന്ന ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്ലാസ്മ പ്രവാഹ സിഗ്നലുകളാണ് കണ്ടെത്തിയത്. 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഓസ്ട്രേലിയ. 4ാം തവണയാണ് ഓസ്ട്രേലിയയുടെ കിരീട നേട്ടം. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ദക്ഷിണാഫ്രിക്ക. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം സ്നേഹഗ്രാമം. സ്നേഹഗ്രാമങ്ങൾ നിലവിൽ വരുന്നത് അഴൂർ, തിരുവനന്തപുരം, പത്തനാപുരം, കൊല്ലം, കുറുമ്പത്തൂർ, മലപ്പുറം. പൂന്താനം സ്മാരക കവിതാ പുരസ്കാരങ്ങൾ. സാഹിത്യലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കും യുവ പ്രതിഭാ പുരസ്കാരം M ജീവേഷിനും ലഭിച്ചു. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം GSLV F-14. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഐവറി കോസ്റ്റ്. 3ാമത് കിരീടമാണ്. നൈജീരിയയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. വേദി ഐവറി കോസ്റ്റ്. UAEയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം ജയ്-വാൻ. 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യം നോവ-C. കഴിഞ്ഞ മാസം നാസ നടത്തിയ സ്വകാര്യ ചാന്ദ്ര ദൗത്യം പെരിഗ്രീൻ പരാജയം ആയിരുന്നു. 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള പുരപ്പുറ സൗരോർജ പദ്ധതി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഒരു കുടുംബത്തിന് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റർ എന്ന ബഹുമതിക്ക് ഉടമയായിരുന്നു. ഏതു വർഷത്തോടു കൂടിയാണ് കേരളം ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നത്? 2025 കൂടിയാണ് കേരളം ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നത്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ചിത്ര വിശ്വേശ്വരൻ. ഭരതനാട്യം നർത്തകിയാണ്. 2024 ഫെബ്രുവരിയിൽ ബ്യൂറോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് അമേരിക്കയിൽ. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സിയാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി കരാർ ഒപ്പിട്ടു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉള്ള നഗരം ഡൽഹി. ആഗോളതലത്തിൽ 3ാമതാണ് ഡൽഹിയുടെ സ്ഥാനം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം നടപടി എന്നിവയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്.
2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് വേദി തൃശ്ശൂർ. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ സമൂഹത്തിനു വേണ്ടി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വയുടെ കുടിവെള്ളമാണ് സുജലം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. ICC റാങ്കിങ്ങിൽ ഏകദിന ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം മുഹമ്മദ് നബി, അഫ്ഗാനിസ്ഥാൻ. ജപ്പാനെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത് ജർമ്മനി. 2024 ഫെബ്രുവരി പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 117, ഒന്നാമത് അർജൻറ്റീന. അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പിക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന സമഗ്ര പദ്ധതി കെയർ. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ്. മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കണമെന്ന ആവശ്യവുമായി കർഷകർ സംഘടിപ്പിക്കുന്ന മാർച്ച് ഡൽഹി ചലോ. ഭക്ഷ്യപ്രതിസന്ധിയെ നേരിടാൻ ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഇറച്ചിയിൽ വളരുന്ന പുതിയ ഇനം നെല്ലിനം മീറ്റി. വാധ് വൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ രവിചന്ദ്ര അശ്വിൻ ലോകത്തെ 9ാമത്തെ വ്യക്തിയാണ്. മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു. ആദ്യ ഇന്ത്യൻ താരം അനിൽ കുംബ്ലെയായിരുന്നു.